നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് വരുന്നത് പോങ്ങുമൂട് എന്നുള്ള സ്ഥലത്താണ്. നമുക്ക് ഉള്ളൂർ കഴിഞ്ഞ് പോങ്ങുമൂട്, അതിനകത്ത് ബാബുജി നഗർ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കത് സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീടാണ്. പഴയ കാലഘട്ടത്തിൽ പണിത റെഡ് ബ്രിക്സിൽ ചുടുകട്ടയിൽ അതുപോലെ തന്നെ ആറ്റുമണലിൽ പണിത നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. 2 കാർ വരെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകേണ്ട സ്പേസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു VIP ഓഫീസേഴ്സ് കോളനിയാണ് നമുക്കിത് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് വേറെ വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഇത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞല്ല, ട്രിവാൻഡ്രം നമുക്ക് പോങ്ങുമൂടിനടുത്ത് ബാബുജി നഗറിലാണ് വന്നിട്ടുള്ളത്. 13 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് വീട്, അതുപോലെ തന്നെ 5 ബെഡ്റൂം വരെ വരുന്ന ഒരു വീടാണ്. വീട് ഇച്ചിരി പഴക്കമുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് വച്ചിട്ടുള്ളൊരു വീടാണ്. ഒരു ക്രാക്ക് പോലും നമുക്ക് വീടിനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് പറയുന്നതായിരിക്കും. ജസ്റ്റ് വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളോടെ നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന വീട്, അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും 13 സെൻറ്റാണ് സ്ഥലം. 13 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റാണ് വീട്. 5 ബെഡ്റൂം വരെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഇത്ര എൻട്രൻസും കാര്യങ്ങളും വരുന്നു. വലിയ കാറുകളൊക്കെ വീടിനകത്തോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. 2 കാറ് സുഖമായിട്ട് പാർക്കിങ്ങുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗാർഡനിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ എലിവേഷനും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഴയ ഒരു മോഡൽ രീതിയും കാര്യങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പാത്വേയും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പർ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഈ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഏരിയ വരുന്നത്. നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ വീടിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് നമുക്ക് ഇൻ്റർലോക്ക്, നമുക്ക് ബാക്കിൽ നമുക്ക് ഇൻ്റർലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ബാക്കിലെ സ്പേസ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഭാഗം കൂടെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നനക്കല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സ്പേസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞാൽ കുറച്ച് വീട് പഴക്കമുള്ള വീടായതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്നത്. ജസ്റ്റ് നമുക്ക് ക്ലീനപ്പും കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് വീട് വന്നിട്ടുള്ളത്. ജസ്റ്റ് വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മളിങ്ങനെ ഓട്ടിച്ച് കാണിക്കുന്നത്. ജസ്റ്റ് കാണുന്നവർക്ക് കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ 4 ഭാഗവും നമുക്ക് കാണിച്ച് എഴുതുന്നത്. 13 സെൻറ്റ് ഉണ്ട് സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇത് നമുക്ക് ഗ്രാനൈറ്റൊക്കെ ഇട്ട് തറയിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട ഒരു തറയാണ് നമുക്കിവിടെ കാണുന്നത്. സിറ്റ് ഔട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഒരു 4-5 കസേരയിൽ കൂടുതൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്പേസ് വരുന്ന ഒരു ഏരിയയാണ്. അടിപൊളിയായിട്ടുള്ള ഏരിയ. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഓഫീസ് റൂം പോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നേരെ നമുക്കിനി വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് പോകുന്നത്. ലിവിങ് ഏരിയ ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഗ്രാനൈറ്റ് ഇട്ട തറയാണ് നമ്മൾ ഫ്ലോറിങ് വരുന്നത്. ഇപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പോയാലും വീടൊരു 20-25 വർഷം പഴക്കമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചുടുകട്ടയും അതുപോലെ തന്നെ ആറ്റുമണലും വെച്ച് നമുക്ക് പണിത വീടാണ്. അതുപോലെ തടികളുടെ ഇതാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള തടികൾ വെച്ചിട്ടാണ് നമുക്ക് വീടെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഒരു ക്രാക്കും കാര്യങ്ങൾ പോലും വന്നിട്ടില്ല. ഒരു ക്രാക്കോ അതുപോലെ തന്നെ ഈ തടി നമുക്ക് ഉളുത്തു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ ഇത് നമുക്ക് കിച്ചണാണ് വരുന്നത്. ഈ ഒരു മോഡലിലെ കിച്ചണാണ്. പഴയ കാലത്തൊരു ആ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോഴും അവർ കീപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
ഇത് നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ ഒരു ഏരിയ ആണ്. അമ്മിക്കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇത് നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമാണ്. അടുക്കളയോട് ചേർന്ന് തന്നെ നമുക്ക് വേറൊരു വർക്ക് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വർക്ക് ഏരിയ ഈ ഒരു രീതിയിലാണ് വർക്ക് ഏരിയ. അത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് വരുമ്പോഴത്തേക്കും 3 ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ഇൻബിൽഡ് അലമാരയും കാര്യങ്ങളും അവിടെ ഉണ്ട്. AC പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങൾ വരുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിത്. നല്ല വിശാലമേറിയ ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പം ഒന്ന് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്, നിങ്ങൾ എവിടെ നോക്കിയാലും വീടിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ക്രാക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വീടെല്ലാം പണിതിരിക്കുന്നത്. നല്ല ചുടുകട്ടയിൽ അതും ആറ്റുമണലിൽ നമുക്ക് ചെയ്ത വീടാണ്. സ്റ്റെയറിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല വീതിയിലാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു നിലയിലാണ് നമുക്ക് വരുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഒരു ആകൃതിയിലാണ് നമുക്ക് സ്റ്റെയർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം നമുക്കിവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി ഏരിയ ആണ് ഇവിടെ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ഈ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഒരു സെർവൻറ്റ് ബാത്റൂം പോലെയാണ് നമുക്കിവിടെ ഈ ഒരു ബാത്റൂം ചെയ്തേക്കുന്നത്. കുഞ്ഞു ബാത്റൂമാണ്. നമുക്ക് നേരെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ നേരെ വരുമ്പോഴത്തേക്കും ഒരു ബെഡ്റൂം ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ്. മൊസൈക്കും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ള വാൾഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. AC പ്രൊവിഷനും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഇതാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇത് നമുക്ക് വേറൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, നോർമലായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബെഡ്റൂമായിട്ട് കണക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് തന്നെയാണ്. ഒരു ലോങ് ഏരിയ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും 1, 2, 3 ബെഡ്റൂം, അങ്ങനെ 5 ബെഡ്റൂമായിട്ടാണ് നമുക്ക് വീടിൻ്റെ ഫ്ലോർ പ്ലാനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 13 സെൻറ്റിൽ 3000 സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5 ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. അതിൽ ഒരു ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് അല്ല, എന്നാൽ അതിന് കോമൺ ബാത്റൂം കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് വീട് പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇപ്പോൾ പോങ്ങുംകുടന്ന സ്ഥലത്ത്, ശ്രീകാര്യത്തിനടുത്ത് പോങ്ങുംകുടന്ന സ്ഥലത്ത് ബാബുജി നഗറിനടുത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. വീടെല്ലാം പണി ചെയ്തിരിക്കുന്നത് ചുടുകട്ടയിലാണ്. അതുപോലെ തന്നെ നല്ല ആറ്റുമണൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്. 10
ഇങ്ങനെ 20-25 വർഷം വരെ നമുക്ക് പഴക്കം വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 2.5 കോടിയാണ്. 2.5 CR ആണ്. അത്യാവശ്യം നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് സെൻറ്റിന് നമുക്ക് എങ്ങനെ പോയാലും 20 ലക്ഷം രൂപ. ഈ ഒരു ബാബുജി നഗറിൽ നമുക്ക് ഏകദേശം ഒരു സെൻറ്റിന് നമുക്ക് 20 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് പ്രൈസ് വരുന്നുണ്ട് പെർ സെൻറ്റിന്. അത് നമുക്ക് വരുന്നത് ഇത് നമുക്ക് വരുന്നത് ഓഫീസേഴ്സ് കോളനിയാണ്. ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ താമസിക്കുന്ന കോളനീസും കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയക്കകത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് 13 സെൻറ്റാണ് നമുക്കിത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 2.5 കോടിയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.